നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. പെട്ടെന്ന് കിട്ടിയ ഒരു ഭാഗ്യമാണ് എനിക്ക്. വിചാരിക്കാതെ ഞാൻ കൊടുങ്ങല്ലൂർ ഒന്ന് പോവുകയാണ്. മീനമാസത്തിലെ കൊടുങ്ങല്ലൂർ ഭരണിയാണല്ലോ കൊടുങ്ങല്ലൂരെ പ്രധാനപ്പെട്ട ഉത്സവം. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് മീനഭരണി ഉത്സവം. അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലം ഒന്ന് കാണാം. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അവിടുത്തെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഐതിഹ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എല്ലാവർക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് കൊടുങ്ങല്ലൂർക്ക് പോകാം. ഇതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുമുറ്റത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം കൊടുങ്ങല്ലൂർ ഭരണിയാണ്. ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തൊഴുതതിന് ശേഷം അമ്മയെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നാല് മണിക്ക് നട തുറക്കുള്ളൂ. അപ്പം നട തുറന്നതിന് ശേഷം ഉള്ളിൽ പോയിട്ട് ചരിത്രമുറങ്ങുന്ന ഒരു പുണ്യഭൂമിയാണ് കൊടുങ്ങല്ലൂർ. അതിലേറെ പ്രസിദ്ധം അവിടെ കുടികൊള്ളുന്ന ശ്രീ ഭഗവതിയുടെ ക്ഷേത്രമാണ്. ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി ആയിരക്കണക്കിന് ഭക്തർക്ക് ആശ്വാസവും പ്രചോദനവുമാണ് കൊടുങ്ങല്ലൂരമ്മ. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. ഒരു ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് തൻ്റെ മാതാവായ രേണുകാദേവിയുടെ പ്രതികാരത്തിനായി ആണ്. രേണുകാദേവിയെ കാർത്തവീര്യാർജുനൻ വധിച്ചതിന് ശേഷം പരശുരാമൻ ക്ഷത്രിയ വംശത്തെ ഇല്ലാതാക്കാൻ ശപഥം ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു ശക്തി സ്വരൂപമായ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. കണ്ണകിയെ പറ്റിയും ഒരു ഐതിഹ്യമുണ്ട്. ചിലപ്പതികാരം എന്ന തമിഴ് കൃതിയിൽ കണ്ണകി മധുര നഗരം അഗ്നിക്കിരയാക്കിയ ശേഷം കൊടുങ്ങല്ലൂരിലെത്തി ഭഗവതിയിൽ ലയിച്ചു ചേർന്നു എന്ന് പറയുന്നു. അങ്ങനെ കണ്ണകിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ഭഗവതിയെ കണ്ണകിയായും ആരാധിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ശ്രീചക്ര പ്രതിഷ്ഠ വളരെ പ്രസിദ്ധമാണ്. ശങ്കരാചാര്യർ ഇവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ശ്രീചക്രം ദേവിയുടെ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അമ്പലത്തിലെ അകത്തേക്കുള്ള വഴിയാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് കേട്ടോ. രാവിലെ 4 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കും. വൈകുന്നേരം 4 മണിക്ക് വീണ്ടും നട തുറക്കും. രാത്രി 8 മണിക്ക് നട അടയ്ക്കും. മീനമാസത്തിലെ ഭരണി ഉത്സവം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു.
കോഴിക്കല്ല് മൂടൽ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിൻ്റെ കല്ലാണ് ഈ കാണുന്നത് കേട്ടോ. ഭക്തർ ദേവിയെ സ്തുതിച്ച് പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ചില ഭക്തർ അങ്കാരമുടിയേറ്റം പോലുള്ള ആചാരങ്ങളിൽ പങ്കെടുക്കുന്നു. ഈ ഉത്സവം ശക്തിയുടെയും ഭക്തിയുടെയും ഒരു ഗംഭീര പ്രകടനമാണ്. കൊടുങ്ങല്ലൂർ അമ്മ കേവലം ഒരു വിഗ്രഹം മാത്രമല്ല, അത് ഒരു വിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്, ദുരിതങ്ങളിൽ ആശ്വാസം നൽകുന്ന ഒരു ശക്തിയാണ്. അമ്മയുടെ സന്നിധിയിലെത്തുന്ന ഓരോ ഭക്തനും ഒരു പുതിയ ഊർജം നേടാൻ പറ്റും. ചരിത്രപരമായും ഈ ക്ഷേത്രം ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. പഴയ ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ. അക്കാലത്ത് ഈ ക്ഷേത്രം ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭരണാധികാരികൾ ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു പോന്നു. അവരുടെ സ്വാധീനം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലും ആചാരങ്ങളിലും കാണാൻ സാധിക്കും. അമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലി കഴിച്ചു, പ്രസാദം കിട്ടി, പട്ട് കൊടുത്തു. കൊടുങ്ങല്ലൂർ അമ്മയെ കൂടാതെ തന്നെ ഗണപതി, പരമേശ്വരൻ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ്. അമ്മയുടെ ചൈതന്യം പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് ഭംഗിയുണ്ട് അമ്മയെ കാണാൻ. കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരില്ല. പിന്നെയും പിന്നെയും തൊഴാൻ തോന്നും. അപ്പം ഞാൻ മനസ്സ് നിറഞ്ഞ ദേവിയെ തൊഴുതു, പ്രസാദം കിട്ടി, പായസം വാങ്ങി. ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശുഭദിനം ആശംസിക്കുന്നു. വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്ത് പോയി വന്നപ്പോൾ ഞാനൊരു ABC ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട്, C ഫോർ ക്യാരറ്റ്. ഇത് മൂന്നും കൂടിയിട്ട് നല്ല ഒരു ജ്യൂസ്. അപ്പോൾ രാത്രി ഇന്ന് ഭക്ഷണമൊന്നുമില്ല, വെറും ജ്യൂസ് മാത്രമേ കഴിക്കുള്ളൂ. ഈ ജ്യൂസ് ഒന്നുമില്ലെങ്കിൽ രാവിലെ നമുക്ക് വെറും വയറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് 10 മണിക്കും 1 മണിക്കും ഉള്ള ടൈമിൽ, അല്ലെങ്കിൽ പിന്നെ രാത്രി ഇതാണ് കഴിക്കാൻ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ വയറ് നമ്മൾ ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ ഈ ജ്യൂസ് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഇങ്ങനെ കഴിക്കണം നല്ലത്. വെറും വയറായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ജ്യൂസ് കഴിക്കാൻ നല്ലത്. ഒരു ഹെൽത്തി ജ്യൂസാണത്. ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഒരു കഷ്ണം ഇഞ്ചി, നാരങ്ങ, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ABC ജ്യൂസ് ഉണ്ടാക്കാം. എന്നിട്ട് എല്ലാം പീസാക്കി കഴുകി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ABC ജ്യൂസ് ഇവിടെ റെഡിയായി. നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം. എല്ലാ വൈറ്റമിനും കൂടി അടങ്ങിയതാണ് ഈ ജ്യൂസ്. വെറും വയറ്റിലാണ് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുക. അല്ലെങ്കിൽ ഇന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഭക്ഷണത്തിനോടൊപ്പം ഇത് ജ്യൂസ് കഴിക്കരുത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആവും. അപ്പോൾ ഇന്നത്തെ ദിവസം ജ്യൂസോട് കൂടി നമുക്ക് അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. എല്ലാവർക്കും ശുഭരാത്രി.